ഞാൻ അടിച്ചുവാരിക്കൊണ്ടിരിക്കുമ്പോൾ കടയുടെ ഉദ്ഘാടനമുണ്ടെന്ന് പറഞ്ഞ് റയാനു കൂട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ നോക്കുമ്പോൾ ഇതാ റിബണും കെട്ടി റിബൺ വികാതിരിക്കാൻ കത്രിക വെച്ച് അതിസാഹസികമായി കുത്തിവെച്ചിരിക്കുന്നതാണ് കണ്ടത്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കുട്ടികളെ പോലെ വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ഉപ്പയെ കണ്ടത്. ഇതിനപ്പുറത്ത് തന്നെ ആപ്പപ്പയും ഉണ്ടായിരുന്നു. ഉപ്പയെ തന്നെ കുട്ടികളുടെ മനസ്സായിരുന്നു ആപ്പപ്പ. അങ്ങനെ ഇതാ കട ഉദ്ഘാടനത്തിനായി ഒരു റിബൺ മുറിച്ചിട്ടും മുറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അതാ വടംവലി മത്സരം പോലെ ഇതും ഒരു മത്സരമായി കണ്ട് കുട്ടികളെ സഹായിച്ചു. അങ്ങനെ അവസാനം അത് മുറിഞ്ഞു. അങ്ങനെ ലഡുവിന് പകരം എല്ലാവർക്കും ചെറീസ് കൊടുത്ത് ഹെൽമി സന്തോഷഭരിതയായി. ചെറീസ് കോലുമുട്ടായി പോലെ കുത്തിവെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതാ ചെറീസ് ആപ്പപ്പാക്കും കൊടുത്തു. ആപ്പപ്പ ഇതാ കുട്ടികളെപ്പോലെ കോൽമുട്ടായി ഈമ്പുന്നതാണ് കാണുന്നത്. പിള്ളേരുടെ മനസ്സാണ് ആപ്പപ്പാക്ക്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ കട. എഴുതി കൊടുത്തതെല്ലാം ഞാനാണ്. ഇതാണ് കടയുടെ ഓണേഴ്സ്. ആദ്യം തന്നെ വാങ്ങാനായിട്ട് അമ്മായിയാണ് വന്നത്. അമ്മായിക്ക് വേണ്ടിയിരുന്നത് ഒരു മാങ്ങയായിരുന്നു. അങ്ങനെ അവരുടെ ആദ്യത്തെ കച്ചവടമായ മാങ്ങ കൊടുത്ത് അവരിത് തുടങ്ങി. കൊടുത്ത മാങ്ങയുടെ വലുപ്പം കണ്ടാൽ നിങ്ങൾ നെട്ടും. 5 രൂപയുടെ മാങ്ങയാണ് ആ കാണുന്നത്. വളരെ വലിയൊരു പീസായിരുന്നു അത്. 5 രൂപക്ക് ഇത് തന്നെ ധാരാളമായിരുന്നു. പിന്നെ മുന്നോട്ട് വന്നത് അന്നുവാണ് അടുത്തതായി വാങ്ങാനായി വന്നത്. അവൾക്ക് അരിനെല്ലിക്കയും കൈതച്ചക്കയും എല്ലാം വേണമായിരുന്നു. അങ്ങനെ അന്നുവിന് വേണ്ടിയുള്ള നെല്ലിക്കയുടെ കുപ്പി തുറന്നു നെല്ലിക്ക എടുത്തു കൊടുക്കുന്നു. ഇലയിലാണ് കൊടുക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയുമാണ് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറൊന്നുമില്ലായിരുന്നു. അപ്പോൾ സ്റ്റൂളിൻ്റെ അടിയിൽ നിന്ന് പൂച്ചയുടെ കുറുമ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ ധീര യോദ്ധാവായി എടുത്തുയർത്തി പുറത്തേക്ക് എറിഞ്ഞു. അങ്ങനെ അന്നു അരിനെല്ലിക്ക കിട്ടിയ സന്തോഷത്തിൽ പുളകിതയായി. പിന്നെ അവൾക്ക് വേണ്ടിയിരുന്നത് കൈതച്ചക്കയായിരുന്നു. മാങ്ങയുടെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല പിശുക്ക്, ഇലയുടെ കാര്യത്തിലും പിശുക്കായിരുന്നു. ഇല നടുമുറിച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഷെതുവിൻ്റെ ഒരു എക്സ്പ്രഷനും ഇതിൽ കാണാം. അവളൊരു എക്സ്പ്രഷൻ ക്യൂനായിരുന്നു. അപ്പോഴാണ് ഉമ്മയുടെ പൈസ എടുത്തുകൊണ്ടുള്ള BGM ഇട്ട് വന്നപ്പോൾ ആപ്പപ്പ അത് കുളമാക്കി. സാരമില്ല, ക്ഷമിക്കാം. അപ്പോഴാണ് മുത്തുകാക്ക അതുവഴി വന്നത്. കുട്ടികളാകട്ടെ ഉപ്പിലിട്ടത് വാങ്ങാനായി പിടിച്ചു വെച്ചു. മുത്തുകാക്കയുടെ വണ്ടി നിർത്തലെല്ലാം കണ്ടാൽ ഈ കട മുഴുവൻ വാങ്ങുന്ന ലക്ഷണമാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തെറ്റിപ്പോയി. മുത്തുകാക്ക കുട്ടികളുമായി ബാർഗെയിൻ ചെയ്യുന്നു. 5 രൂപയുടെ സാധനം 1 രൂപക്ക് വാങ്ങാനായി ബാർഗെയിൻ ചെയ്യുന്നു. വല്ലാത്തൊരു ഇതാണിത്. അങ്ങനെ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് 10 രൂപ പകരം 50 രൂപയാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഉപ്പയും ഉമ്മയും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.